പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ കൊയിലാണ്ടിയിൽ ഒരു സംഭവം ഉണ്ടായി ഇല്ലേ? കൊയിലാണ്ടിയിൽ അമൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഒരു ഇടിമുറിയാണ് സാധാരണ. അവിടെ ഒരു വീട് തന്നെ എടുത്തിട്ടേക്കാണ് പിള്ളേരെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടിയിട്ട് കൊയിലാണ്ടി കോളേജിലെ. അതിനുശേഷം തിരുവനന്തപുരത്തെ സർവകലാശാല യുവജനോത്സവമായി നടന്ന എത്ര വൃത്തികേടുകളാണ്. ഒരു 51 വയസ്സുകാരനായ ഒരു നൃത്താധ്യാപകനല്ലേ മുറി കൊണ്ടുപോയി ക്രൂരമായി തല്ലിച്ചതച്ചത്. അത് കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തത്. അതിന്റെ അന്വേഷണം എവിടം വരെ? അപ്പൊ ഇവരിത് കണ്ടാ പഠിക്കില്ല. അന്ന് മുഴുവൻ തിരുവനന്തപുരത്ത് പുതിയതായി KSU ജയിച്ച കോളേജിലെ യൂണിയൻ ഭാരവാഹികളെയും KSU പ്രവർത്തകരെയും തല്ലിച്ചതയ്ക്കുകയായിരുന്നു. SFIക്കാർ തമ്മിലും പ്രശ്നമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്. ഈ ക്രിമിനലുകളെ മുഴുവൻ അഴിച്ചുവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹമാണ് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്. അക്രമം തുടരണം, ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്ന തെറ്റിന് കൊട പിടിച്ചു കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ അന്തിമമായ ഉത്തരം ഞങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ പറയും. ഇത് ബോധപൂർവമായ വീഴ്ചയാണ്. എന്താണ് അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ? വലിയ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ലേ? ഇതിനു മുമ്പ് എത്രയോ കേസുകളാണ് CBI അന്വേഷണത്തിന് വിട്ടിരിക്കുന്നത്. ഇത് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുകയാണ്. ഇന്ന് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ സംഭവം കൂടി നോക്കുമ്പോൾ അതിന്റെ പുറകിൽ വലിയ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അല്ല, അതിന്റെ പുറകിൽ ഇടപെടലുകളുണ്ട്. അത് ഗവൺമെന്റല്ലേ അത് വ്യക്തമാക്കേണ്ടത്. എങ്ങനെ ഒരു വൈസ് ചാൻസലർ ഇത് ചെയ്യും? ഇതുപോലത്തെ ഇത്രയും സെൻസിറ്റീവായ ഒരു കേസിൽ ഒരു ഒരു CBI അന്വേഷിക്കാൻ പോകുന്ന കേസിൽ ഒരു നിയമ സഹായം പോലും തേടാതെ ഒരു വൈസ് ചാൻസലർ എങ്ങനെ ഇത് ചെയ്യും? എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത്? PD സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.